നമസ്തേ, ഹിന്ദി സ്റ്റഡി സർക്കിൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ 9ാം ക്ലാസ്സിലെ ജിസ് ഗലി മേ മേ രഹതാ ഹൂം എന്ന പാഠഭാഗത്തിലെ വിക്ടേഴ്സ് ചാനലിൽ വന്നിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയതാണ് ഈ വീഡിയോ. പാഠഭാഗത്തിലില്ലാത്ത വിക്ടേഴ്സിൽ പറഞ്ഞിട്ടുള്ള പിരമിഡ്, സഹി മിലാൻ കരെ, സഹി പ്രസ്താവ് ചുൻകർ ലിഖേ എന്നിവയെല്ലാം ചേർത്തിരിക്കുന്നു. അതുകൊണ്ട് കുട്ടികൾ ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കണ്ട് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം. മിർസ ഗാലിബ് കാ ഡയറി കാ നാം ക്യാ ഹെ? മിർസ ഗാലിബിന്റെ ഡയറിയുടെ പേരെന്താണ്? ദസ്തംബു. ദസ്തംബു ആണ് അദ്ദേഹത്തിന്റെ ഡയറിയുടെ പേര്. അതിൽ നിന്നെടുത്ത ചെറിയൊരു ഭാഗമാണ്. പാഠ് കാ നാം ക്യാ ഹെ? പാഠത്തിൻ്റെ പേരെന്താണ്? ജിസ് ഗലി മേ മേ രഹതാ ഹൂം, ഞാൻ താമസിക്കുന്ന തെരുവിൽ. യേ ഡയറി കിസ് ഭാഷാ മേ ലിഖി ഥി? ഈ ഡയറി ഏത് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്? ഫാർസി ഭാഷാമേ, ഫാർസി ഭാഷയിൽ. മിർസ ഗാലിബ് കോൻ ഥേ? മിർസ ഗാലിബ് ആരായിരുന്നു? ഉർദു ഫാർസി ഭാഷയ്ക്ക് പ്രസിദ്ധ ഷായർ, ഉർദുവിലെയും ഫാർസി ഭാഷയിലെയും പ്രസിദ്ധ കവിയായിരുന്നു മിർസ ഗാലിബ് സാഹിബ്. അടുത്ത ക്വസ്റ്റ്യൻ, ये डायरी की घटना कहाँ चल रही थी? ഈ ഡയറിയുടെ സംഭവം എവിടെയാണ് നടന്നിരുന്നത്? ദില്ലി മേ, ഡൽഹിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാലിബ് കെ ഗലി മേ കിത്നെ ഘർ ഥേ? ഗാലിബിൻ്റെ തെരുവിൽ എത്ര വീടുകളുണ്ടായിരുന്നു? 10-12 ഘർ ഥേ. ഗാലിബ് കി ഗലി കി വിശേഷതായേം ക്യാ ക്യാ ഥി? ഗാലിബിൻ്റെ സ്ട്രീറ്റിൽ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ തെരുവിലെ പ്രത്യേകതകൾ? ഗാലിബ് കി ഗലി മേ കേവൽ 10-12 ഘർ ഥേ. ഒന്നാമതായിട്ട് തന്നെ ഗാലിബിൻ്റെ തെരുവിൽ കേവലം 10-12 വീടുകളാണ് ഉണ്ടായിരുന്നത്. ഗലി മേ പ്രവേശ് കർനെ കെ ലിയേ കേവൽ ഏക് ഹി രാസ്ത ഥാ. ആ സ്ട്രീറ്റിലേക്ക് പ്രവേശിക്കാൻ ഒരേ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗലി കി അന്തർ കോയി കുവാ നഹി ഥാ. തെരുവിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ആ സ്ട്രീറ്റിൽ, ആ പ്രദേശത്ത് ഒരു കിണറും ഉണ്ടായിരുന്നില്ല. കേണൽ ബ്രൗൺ കാ രൂപ് കേസാ ഥാ? കേണൽ ബ്രൗണിൻ്റെ രൂപം എങ്ങനെയുള്ളതായിരുന്നു? കേണൽ ബ്രൗൺ കാ ചെഹര സുർഖ് ഥാ. കേണൽ ബ്രൗണിൻ്റെ മുഖം ചുവന്നതായിരുന്നു. ആഖേ ബി ലാൽ ലാൽ ഥി. കണ്ണുകളും ചുവന്നതായിരുന്നു. ഉസ്കി ഊച്ചായി 6 ഫുട്ട് സേ ബി ജ്യാദാ ഥി. അദ്ദേഹത്തിൻ്റെ ഉയരം 6 അടിയേക്കാളും കൂടുതലായിരുന്നു. അദ്ദേഹം നല്ല ഉയരമുള്ളൊരു മനുഷ്യനായിരുന്നു. गिरफ्तार किए गए गालिब साहिब और उनके पड़ोसियों को कहाँ ले गया? അറസ്റ്റ് ചെയ്യപ്പെട്ട ഗാലിബ് സാഹിബിനെയും അവരുടെ അയൽക്കാരെയും എങ്ങോട്ടാണ് കൊണ്ടുപോയത്? അദ്ദേഹത്തിൻ്റെ അയൽക്കാരെയും. കേണൽ ബ്രൗൺ അംഗ്രേസ് അഫ്സർ കെ സാമനെ പേഷ് കിയേ ഗയേ. ഇംഗ്ലീഷ് ഓഫീസറായ കേണൽ ബ്രൗണിൻ്റെ മുന്നിൽ ഹാജരാക്കി, പ്രസന്റ് ചെയ്തു. അവരുടെ മുന്നിലാണ് ഗാലിബ് സാഹിബിനെയും അയൽക്കാരെയും കൊണ്ടുവന്നാക്കിയത്. ഗാലിബ് കോ കവി ജാൻകർ കേണൽ ബ്രൗണിനെ ക്യാ കിയ? ഗാലിബ് സാഹിബ് കവിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ കേണൽ ബ്രൗൺ എന്താണ് ചെയ്തത്? वे अपने सिपाहियों को हुक्म दिया कि इनको इज्जत के साथ घर वापस छोड़ आओ. അദ്ദേഹം കേണൽ ബ്രൗണ് തൻ്റെ സൈനികരോട് ആജ്ഞാപിച്ചു. ഹുക്കും ദിയ, ഇൻകോ ഇസ്സത്ത് കെ സാത്ത്, ഇവരെ ആദരവോടുകൂടി ഘർ വാപ്പസ് ഛോടാവോ, വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോയാക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ, കേണൽ ബ്രൗണിനെ സാ ക്യോ കഹാ ഹോഗ? കേണൽ ബ്രൗൺ ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? क्योंकि कर्नल ब्राउन कवियों और कलाकारों को आदर करने वाला व्यक्ति था. എന്തുകൊണ്ടെന്നാൽ
കേണൽ ബ്രൗണ് കവികളെയും കലാകാരന്മാരെയും ആദരിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഗാലിബ് കേണൽ ബ്രൗൺ സെ ക്യാ നിവേദൻ കിയ? ഗാലിബ് സാഹിബ് കേണൽ ബ്രൗണിനോട് നിവേദനം നൽകിയത് എന്താണ് അപേക്ഷിച്ചത്? അപ്നെ സാത്ത് ഗിരഫ്താർ കിയെ ലോഗ് ഭി കവിത കർത്തെ ഹേ. തൻ്റെ കൂടെ അറസ്റ്റ് ചെയ്ത തൻ്റെ അയൽക്കാരും കവിത എഴുതുന്നവരാണ്. അവരും തന്നെ പോലെ തന്നെ കവിത എഴുതുന്നവരാണെന്നാണ് അദ്ദേഹം കേണൽ ബ്രൗണിനോട് അപേക്ഷിച്ചത്. ഉൻ ദിനോം ഗിരഫ്താർ കിയേ ഗയേ ലോഗോ കി അവസ്ഥ ക്യാ ഥി? ആ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? അവരുടെയൊക്കെ അവസ്ഥ ആൻസർ ശ്രദ്ധിക്കുക. വേ സബ് ഹവാലാത്ത് ഓർ ഖേദ്ഖാനോ മേ ബന്ദ് കിയേ ഗയേ ഥേ. അവരെല്ലാവരെയും തടവറകളിലും ജയിലുകളിലും ലോക്കപ്പുകളിലായിട്ട് ബന്ദികളാക്കിയിരുന്നു. അവരെല്ലാം ബന്ദികളായിരുന്നു. കോൺ അംഗ്രേസോ കെ ഗുസ്സേ കെ ശിക്കാർ ഹോ ഗയേ? ആരാണ് ഇംഗ്ലീഷുകാരുടെ ദേഷ്യത്തിന് ഇരകളായത്? ആരാണ് അവർ കൊന്നൊടുക്കിയത്? ആരൊക്കെയാണ്? ഡൽഹി നിവാസികളെ. കോൺ അംഗ്രേസോ സെ ബച്ച് ഗയേ? ആരാണ് ഇംഗ്ലീഷുകാരിൽ നിന്നും രക്ഷപ്പെട്ടത്? രക്ഷപ്പെടാൻ കഴിഞ്ഞത് ആർക്കാണ്? ജോ ദില്ലി സെ ഭാഗേ. ആരാണോ ഡൽഹിയിൽ നിന്നും ഓടിപ്പോയത്? വേഹി ബച്ച് ഗയേ. അവർ മാത്രമാണ് ഇംഗ്ലീഷുകാരിൽ നിന്നും രക്ഷപ്പെട്ടത്. ഗാലിബ് കാ പഹചാൻ കാ ഭിഷ്ടി കോൺ ഥാ? ഗാലിബിൻ്റെ പരിചയത്തിലുള്ള ആ ഭിഷ്ടി, ആ വെള്ളം ചുമക്കുന്ന ആള് ആരായിരുന്നു? ചിരാഗ് അലി. ചിരാഗ് അലി എന്ന് പറയുന്ന ഭിഷ്ടിയായിരുന്നു ഗാലിബ് സാഹിബിന് പരിചയമുള്ള ആള്, ഭിഷ്ടി. ചിരാഗ് അലി കേസ ആദ്മി ഥാ? ഈ ചിരാഗ് അലി എങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു? ബേഹദ് സീതാ ആദ്മി. തികച്ചും സീതാ ആദ്മി, സത്യസന്ധനായ മനുഷ്യനായിരുന്നു ചിരാഗ് അലി. അടുത്ത ക്വസ്റ്റ്യൻ. ചിരാഗ് അലി കബ് സഡക് സീഞ്ച്താ ഥാ? ഈ ചിരാഗ് അലി, വെള്ളം ചുമക്കുന്ന ഈ ചിരാഗ് അലി എപ്പോഴാണ് റോഡെല്ലാം സീഞ്ച്താ ഥാ, നനച്ചിരുന്നത്? രോസ് സുബഹ് ഷാം, എന്നും രാവിലെയും വൈകുന്നേരവും ആണ് അദ്ദേഹം റോഡുകളൊക്കെ വെള്ളം തെളിച്ചിരുന്നത്. കിസ്നെ ചിരാഗ് അലി കോ മാര? ആരാണ് ചിരാഗ് അലിയെ കൊന്നത്? ഭിഷ്ടിയായ ആ ചിരാഗ് അലിയെ കൊന്നത് ആരാണ്? ഹഡ്സൺ സാഹബിനെ. ഹഡ്സൺ സാഹബ് കോൺ ഥേ? ഹഡ്സൺ സാഹബ് ആരായിരുന്നു? ദില്ലിക്ക് ബഡേ ഹാക്കിം. ഡൽഹിയിലെ വലിയ ഓഫീസറായിരുന്നു ഹഡ്സൺ സാഹിബ്. ഹഡ്സൺ ने ചിരാഗ് അലി को क्यों मारा? ഹഡ്സൺ സാഹിബ് ചിരാഗ് അലിയെ എന്തിനാ കൊന്നത്? एक रोज हडसन साहब ने अपने घोड़े पर सवार होकर निकल रहे थे. ഒരു ദിവസം ഹഡ്സൺ സാഹബ് തൻ്റെ കുതിരപ്പുറത്ത് സവാരി ചെയ്ത് യാത്ര ചെയ്ത് പോവായിരുന്നു. തബ് ചിരാഗ് അലി സഡക് സീഞ്ച് രഹാ ഥാ. അപ്പോൾ ചിരാഗ് അലി റോഡ് നനയ്ക്കുകയായിരുന്നു. ഉസ്നെ ഹഡ്സൺ സാഹബ് കോ സലാം നഹി കിയ. അദ്ദേഹം ഹഡ്സൺ സാഹബിനെ വണങ്ങിയില്ല. ഈശ്വർ കെ ഗുൺ ഗാത്താ രഹ. ഈശ്വരൻ്റെ ഗുണങ്ങൾ അങ്ങനെ പാടിക്കൊണ്ടേയിരുന്നു. ഇസസെ ഗുസ്സെ ഹോക്കർ. ഇതുകൊണ്ട് ദേഷ്യം വന്നിട്ട് ഉനോനെ അപ്നി തലവാർ സെ. ഹഡ്സൺ സാഹബ് തൻ്റെ വാൾ കൊണ്ട് ചിരാഗ് അലിക്കോ മാർ ഡാല. ചിരാഗ് അലിയെ കൊന്നു. ഈ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് ഹഡ്സൺ സാഹബിനെ വണങ്ങാത്തത് കാരണം കൊണ്ടാണ് ചിരാഗ് അലിയെ ഹഡ്സൺ സാഹബ് കൊന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ചിരാഗ് അലി കി ലാഷ് കോ ഹഡ്സൻ ने क्या किया? ചിരാഗ് അലിയുടെ ലാഷ്, ശവത്തെ, ഡെഡ് ബോഡി ഹഡ്സൻ ने क्या किया? ഹഡ്സൺ എന്താണ് ചെയ്തത്?
दिल्ली के प्रवेश द्वार पर लटका दिया. ഡൽഹിയുടെ പ്രവേശന കവാടത്തിൽ ലട്കാ ദിയ തൂക്കിയിട്ടു. ചിരാഗ് അലിയുടെ ശവം ഡൽഹി പ്രവേശന കവാടത്തിൽ തൂക്കിയിടുകയാണ് ചെയ്തത്. മെഹ്റുന്നീസ കോൻ ഹെ? മെഹ്റുന്നീസ ആരാണ്? ഈ ഡയറിയിൽ ഗാലിബ് കി പഡോസിൻ, ഗാലിബ് സാഹിബിൻ്റെ പഡോസിൻ അയൽക്കാരിയാണ് മെഹ്റുന്നീസ. മെഹ്റുന്നീസ ക്യാ കാം കർത്തി ഥി? മെഹ്റുന്നീസ എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്? ആൻസർ നോക്കുക. ദൂസരോ കെ ഘർ ഝാഡു ലഗാക്കർ, മറ്റുള്ളവരുടെ വീട്ടിൽ അടിച്ചു വാരിയിട്ട് വീട്ടുവേല ചെയ്തിട്ടായിരുന്നു അപ്നെ ഗുസർ ബസർ കർത്തി ഥി, തൻ്റെ ജീവിതം കഴിച്ചുകൂട്ടിയിരുന്നത്. ബാലമുകുന്ദ് ഗാലിബ് കെ ലിയെ ക്യാ കിയാ? ബാലമുകുന്ദ് ഗാലിബിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? ജബ് ഗാലിബ് ബീമാർ പടാ തബ് അംഗ്രേസ് സിപ്പാഹിയോं के नजरों से बचते बचाते गालिब के लिए एक हकीम को ले आया. എപ്പോഴാണോ ഗാലിബ് ബീമാർ പട, രോഗിയായത്, അസുഖം ബാധിച്ച്, തബ് അപ്പോൾ അംഗ്രേസ് സിപ്പാഹിയോ കെ നസറോ സെ, ഇംഗ്ലീഷ് സൈനികരുടെ നസറോ സെ ദൃഷ്ടിയിൽ നിന്നും, ബച്തേ ബച്ചാത്തെ രക്ഷപ്പെടുത്തിയിട്ടും സ്വയം രക്ഷപ്പെട്ടിട്ടും, एक हकीम को ले आया, ഒരു ഹക്കീമിനെ, ഒരു വൈദ്യനെ കൊണ്ടുവന്നു. ഹരിഗോപാൽ തുഫ്ത കഹാ രഹനെ വാലാ ഹെ? ഹരിഗോപാൽ തുഫ്ത എവിടെ താമസിക്കുന്നവരാണ്? മീററ്റ് മേ, മീററ്റിൽ. തുഫ്ത കോൺ ഥെ? ആരായിരുന്നു തുഫ്ത? ഹരിഗോപാൽ തുഫ്ത ആരായിരുന്നു? ഷായർ ഥെ, ഒരു കവിയായിരുന്നു. ഷായർ എന്ന് പറഞ്ഞാൽ കവി. ഉനോനെ ഗാലിബ് കി മദദ് കേസേ കി ഥി? ഹരിഗോപാൽ തുഫ്ത ഗാലിബിനെ സഹായിച്ചത് എങ്ങനെയായിരുന്നു? എന്തൊക്കെ കൊടുത്തയച്ചു? മീററ്റ് സെ ഗാലിബ് കോ രുപയ ബേജ, മീററ്റിൽ നിന്നും ഗാലിബിന് പൈസ അയച്ചു കൊടുത്തു. ഓർ ഗേഹു കി കുശ് ബോരിയാമ്പി പहुंचाई, അത് മാത്രമല്ല ഗേഹു കി കുശ് ബോരിയാമ്പി, ഗോതമ്പിൻ്റെ കുറച്ച് ചാക്കുകളും പहुंचाई, എത്തിച്ചു. അപ്പോൾ തുഫ്താജി ഗാലിബ് സാഹിബിന് മീററ്റിൽ നിന്നും ഈ സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുത്തു. ശിവജി റാം, ബാലമുകുന്ദ്, ഹരിഗോപാൽ തുഫ്ത, ഇൻ तीनों ने ഗാലിബ് की मदद कैसे की? ശിവജി റാമും ബാലമുകുന്ദും ഹരിഗോപാൽ തുഫ്തയും, ഈ മൂന്ന് പേരും ഗാലിബിനെ എങ്ങനെയാണ് സഹായിച്ചത്? ശിവജി റാമിനെ ഗാലിബ് കോ ഹിമ്മത്ത് ബന്ധായ, ശിവജി റാം ഗാലിബിന് ധൈര്യം നൽകി, ഗാലിബ് സാഹിബിന്. ബാലമുകുന്ദിനെ അംഗ്രേസ് സിപ്പാഹിയോ കി നസർ സെ, ബാലമുകുന്ദ് ഇംഗ്ലീഷ് സൈനികരുടെ ദൃഷ്ടിയിൽ നിന്നും, ബച്തേ ബച്ചാത്തെ സ്വയം രക്ഷപ്പെടുത്തിയിട്ടും, ഗാലിബ് കി ചികിത്സ കാ പ്രബന്ധ കിയ, ഗാലിബിനെ ചികിത്സിക്കാൻ ഏർപ്പാട് ചെയ്തു. ഹരിഗോപാൽ തുഫ്താനെ രുപയ്യ ഏവം ഗേഹു ഭിജവാക്കർ ഗാലിബ് കി മദദ് കി, ഹരിഗോപാൽ തുഫ്ത മീററ്റിൽ നിന്നും ഗോതമ്പും പൈസയും കൊടുത്തയച്ച് ഗാലിബിനെ സഹായിച്ചു. ഗാലിബ് അപ്നെ ജിന്ദഗി കേസേ ഗുസാർ രഹാ ഹെ? ഗാലിബ് തൻ്റെ ജീവിതം എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത്? അപ്നെ കപ്പടെ ഓർ ബിസ്തർ ബേച്ച് ബേച്ച് കർ, തൻ്റെ വസ്ത്രവും ബിസ്തർ വിരിപ്പും ബേച്ച് ബേച്ച് കർ വിറ്റിട്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതം കഴിച്ചു കൂട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാലിബ് കോ കിസ് ബാത് കാ ഡർ ഹെ? ഗാലിബിന് ഏത് കാര്യത്തെക്കുറിച്ചിട്ടാണ് ഭയമുള്ളത്? അദ്ദേഹം ഭയക്കുന്നത് എന്തിനാണ്? ജബ് സബ് കപ്പടെ ഖാ ലൂങ്ക തബ് നംഗാ ഹി ഭൂഖ മർ ജാഊങ്ക, എപ്പോഴാണോ
സബ് കപ്പടെ ഖാ ലൂങ്ക, എല്ലാ വസ്ത്രവും ഞാൻ ഖാ ലൂങ്ക, തിന്നു കഴിയുന്നത്, ഭക്ഷിച്ചു കഴിയുന്നത്. തബ് നങ്കാഹി ഭൂക്ക മർ ജാവുക, വസ്ത്രമില്ലാതെ വിശന്ന് മരിക്കേണ്ടി വരും എന്ന് അദ്ദേഹം അതിനെക്കുറിച്ചാണ് ഭയക്കുന്നത്. തൻ്റെ വസ്ത്രവും തൻ്റെ വിരിപ്പുമൊക്കെ വിറ്റിട്ടാണല്ലോ അദ്ദേഹം ജീവിതം കഴിച്ചു കൂട്ടുന്നത്. അപ്പം അതെല്ലാം തീർന്നു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളൊരവസ്ഥയാണ് അദ്ദേഹത്തെ പേടിപ്പെടുത്തുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം, സൈഡ് ബോക്സ് ക്വസ്റ്റ്യൻസിലേക്ക്. പാഠഭാഗ് കെ പ്രശ്ന ഓർ ഉത്തർ, പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. लगा जैसे पानी नहीं मौत पी रहे हो, यहाँ किस हालत की ओर संकेत है? തോന്നിപ്പോയി വെള്ളമല്ല മരണമാണ് കുടിക്കുന്നതെന്ന്. ആ ഗലിയിലുള്ള ആളുകൾ ഷോരാ ബാരൂദിന്റെ വെള്ളം കുടിച്ചല്ലോ, ആ സമയത്ത് അവർക്ക് തോന്നുകയാണ് ഇത് വെള്ളമല്ല മരണമാണ്. ഇവിടെ ഏത് അവസ്ഥയ്ക്ക് നേരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? आंसर നോക്കുക. गौरों के डर से उस गली के लोग बाहर नहीं जाते, ഇംഗ്ലീഷുകാരുടെ ഭയം കൊണ്ട് ഉസ് ഗലി കെ ലോഗ്, ആ തെരുവിലെ ആളുകൾ പുറത്തേക്കൊന്നും പോകാറില്ല. ലേക്കിൻ ജബ് പ്യാസ് സഹ നഹീ ഹുയി, പക്ഷെ എപ്പോഴാണോ ദാഹം സഹിക്കാൻ കഴിയാതിരുന്നത്, തോ പരേശാൻ ലോഗോനെ, അപ്പോൾ ആ ബുദ്ധിമുട്ടിയ ആ പ്രയാസം അനുഭവിച്ച ആളുകൾ ഗലി കാ ദർവാസ ഖോൽ ദിയ, തെരുവിൻ്റെ ആ വാതില് ഖോൽ ദിയ, തുറന്നു. ഓർ പാനി കി തലാഷ് മേ നിക്കൽ പടെ, വെള്ളം അന്വേഷിച്ച് പുറപ്പെട്ടു. ലേക്കിൻ പാനി ദൂർ ദൂർ തക് നഹീ ഥാ, പക്ഷെ വെള്ളം ഒരുപാട് ദൂരെ വരെ ഉണ്ടായിരുന്നില്ല. അന്ത് മേ പരേശാൻ ഹോക്കർ, അവസാനം പ്രയാസം അനുഭവിച്ചുകൊണ്ട് തന്നെ ഷോരേ കാ പാനി പീക്കർ, ആ വെടിമരുന്നുണ്ടാക്കുന്ന ആ വെള്ളം കുടിച്ച് ഉനോനെ പ്യാസ് ബുझായി, അവർ അവരുടെ ദാഹം ശമിപ്പിച്ചു. ജീവിത് രഹനെ കെ ലിയെ സഹരീല, ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സഹരീല ഓർ ബദ്ബൂദാർ പാനി, വിഷാംശം നിറഞ്ഞതും ദുർഗന്ധം വമിക്കുന്നതുമായിട്ടുള്ള വെള്ളം പീനേക്കോ വിവശ് ഹുവേ, കുടിക്കാൻ അവർ നിർബന്ധിതയായി. ഇസ് ഹാലത് കി ഓർ യഹാ സംകേത് ഹെ, ഈ അവസ്ഥയ്ക്ക് നേരെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. മേരി തോ ഭൂക്കാ രഹനെ കി ആദത് ഹി ഹോ ഗയി ഹെ, എനിക്കാണെങ്കിൽ വിശന്നിരിക്കാനുള്ള എനിക്കൊരു ശീലമായി പോയി, അത് വിശന്നിരുന്നെന്നും വിശന്നിരുന്ന് എനിക്കതൊരു ശീലമായി. ഗാലിബ് കോ ഭൂക്കാ രഹനെ കി ആദത് കേസേ ഹുയി ഹോഗി, ഗാലിബിന് വിശന്നിരിക്കാനുള്ള ഈ ശീലം എങ്ങനെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? ആൻസർ നോക്കുക. ഗാലിബിനെ സ്വയം ഭൂക്കാ രഹക്കർ, ഗാലിബ് സ്വയം വിശന്നിരുന്ന്, അപ്നെ ഹിസ്സേ കാ ഭോജൻ, തൻ്റെ പങ്കിലുള്ള ഭക്ഷണവും, ഭൂക്കെ വിശന്നിരിക്കുന്നവർക്കും, നിരാശ്രയിക്കോ ദേത്താഥ, ആരും ആശ്രയിക്കാനില്ലാത്തവർക്കും നൽകിയിരുന്നു. തൻ്റെ പങ്കിലുള്ള തനിക്കുള്ള ആ ഭക്ഷണം കൂടി അദ്ദേഹം മറ്റു പാവങ്ങളായ ആളുകൾക്ക് നൽകിയിരുന്നു. ऐसे उन्हें ഭൂക്കെ രഹനേക്ക് ആദത് ഹുയി ഹോഗി, ഇങ്ങനെയായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന് വിശന്നിരിക്കാനുള്ള ശീലമായി പോയത്. എന്നും വിശന്നിരുന്ന് പിന്നെ അതങ്ങോട്ട് ഒരു ശീലമായി തീർന്നു. അടുത്ത ക്വസ്റ്റ്യൻ. മേ കപ്പടെ ഖാ രഹാ ഹൂം, ഇസ്സെ ഗാലിബ് കി കിസ് ഹാലത് കി ഓർ സംകേത് ഹെ, ഞാൻ വസ്ത്രമാണ് കഴിക്കുന്നത്, ഇതിൽ നിന്നും ഗാലിബിന്റെ ഏത് അവസ്ഥയ്ക്ക് നേരെയാണ് സൂചിപ്പിക്കുന്നത്? ഗാലിബ് അക്കേല ജീവൻ ബിതാ രഹേ ഹെ, ഗാലിബ് സാഹിബ് ഇപ്പോൾ തനിച്ചാണ് ജീവിതം കഴിച്ചു കൂട്ടുന്നത്. ഘർ മേ ദാനാ പാനി കുച്ച് ഭി നഹീ ഹെ, വീട്ടിലാണെങ്കിൽ ധാന്യമോ വെള്ളമോ എല്ലാം ഒന്നും തന്നെ ഇല്ല. ഉൻകെ ദോസ്ത്, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ ഏക് ഏക് ഹോക്കർ മാരേ ഗയേ, ഓരോരുത്തരായി കൊല്ലപ്പെട്ടു. ജീനെ കെ ലിയെ വേ അപ്നെ ആപ്, ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ സ്വയം ബിസ്തർ ഓർ കപ്പടെ ബേച്ച് രഹേ ഹെ, അവരുടെ വിരിപ്പും അവരുടെ അടുത്തുള്ള വസ്ത്രങ്ങളൊക്കെ വിൽക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം ഭക്ഷണത്തിനുള്ള വക കാണുന്നത്. യഹാ ഗാലിബ് കി ദയനീയ ദശ ഹം ദേഖ് സക്തേ ഹെ, ഇവിടെ ഗാലിബിൻ്റെ ദയനീയ അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
ഇതോടുകൂടി പാഠത്തിലെ സെറ്റ് ബോക്സ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്തത് സമാചാറാണ്. ശ്രദ്ധിക്കൂ. ഹഡ്സൺ സാഹബിനെ അഭാഗെ ചിരാഗലി കോ മാർ ദിയ. ഹഡ്സൺ സാഹബ് നിർഭാഗ്യവാനായ ചിരാഗലിയെ കൊലപ്പെടുത്തി. ഇസ് പർ ഏക് സമാചാർ തയ്യാർ കരെ. ഇതിൽ ഒരു വാർത്ത തയ്യാറാക്കൂ. ഇപ്പോൾ റിപ്പോർട്ടാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. വാർത്ത, പത്രവാർത്ത. അപ്പം അതിൽ ഹെഡിങ് ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്, അതുപോലെ തന്നെ സ്ഥലവും. ഇപ്പോൾ ഇവിടെ എഴുതിയത് നോക്കൂ. ഹഡ്സൺ കാ ഷിക്കാർ ബന അഭാഗ ബിഷ്തി. ഹഡ്സന്റെ ഇരയായി നിർഭാഗ്യവാനായിട്ടുള്ള ബിഷ്തി. സ്ഥലം ദില്ലി. കൽ സുബഹ സെ ദില്ലി കെ പ്രവേശ് ദ്വാർ പർ. ഇന്നലെ രാവിലെ മുതൽ ഡൽഹിയിലെ പ്രവേശന കവാടത്തിൽ ഏക് അഭാഗെ കി ലാഷ് ലട്ടക് രഹി ഹെ. ഒരു നിർഭാഗ്യവാന്റെ ശവം ലട്ടക് രഹി ഹെ, തൂക്കിയിട്ടുണ്ട്. വഹ് ലാഷ് ചിരാഗലി നാമക് ഏക് ബിസ്തി കി ഹെ. ആ ശവം ചിരാഗലി എന്നു പേരുള്ള ഒരു ബിസ്തിയുടേതാണ്, ഒരു വെള്ളം ചുമട്ടുകാരൻ്റെതാണ്. വ ഏക് സീതാ സാധാ ആദ്മി ഥ. അദ്ദേഹം ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ദില്ലി മേ രഹ്നെ വാലാ ഥ. ഡൽഹിയിൽ താമസിക്കുന്നവരായിരുന്നു. സഡക് സീഞ്ചനെ കാ കാം കർത്താ ഥ. റോഡ് നനയ്ക്കുന്ന ജോലിയായിരുന്നു ചെയ്തിരുന്നത്. പിछले दिन जब वह सड़क सींच रहा था. കഴിഞ്ഞ ദിവസം എപ്പോഴാണോ അദ്ദേഹം റോഡ് സീഞ്ച് രഹാ ഥ, നനച്ചിരുന്നത്, തബ് ദില്ലി കെ ബഡേ ഹാക്കിം. അപ്പോൾ ഡൽഹിയിലെ വലിയ ഓഫീസർ ഘോഡെ പർ ജാ രഹേ ഥേ. കുതിരപ്പുറത്ത് പോവുകയായിരുന്നു. ചിരാഗലിനെ ഉസ്കോ നഹി ദേഖാ ഥ. ചിരാഗലി അദ്ദേഹത്തെ കണ്ടിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജോലിയിൽ വ്യാപൃതനായിരുന്നു. വ അല്ലാ കാ ഗുൺ ഗാത്താ ഹുവ. ചിരാഗലി അള്ളാഹുവിന്റെ ഗുണങ്ങൾ പാടിക്കൊണ്ട് സടക്കോ കോ സീഞ്ച് രഹാ ഥ. റോഡുകളെയൊക്കെ നനയ്ക്കുകയായിരുന്നു. ഹഡ്സൻ കോ ഗുസ്സായ. അപ്പോൾ ഹഡ്സന് ദേഷ്യം വന്നു. ഉസ്നെ അപ്നി തൽവാർ സെ ചിരാഗലി കാ പേട് ചീർ കർ മാർ ഡാല. അദ്ദേഹം തൻ്റെ വാളുകൊണ്ട് ചിരാഗലി കാ പേട്, ചിരാഗലിയുടെ വയറ്, ചീർക്കർ മാർഡാല, വെട്ടി മാറ്റി. ഉസ്കി ഹത്യാസെ, അവരുടെ ആ മരണത്തിൽ പൂരേ ഇലാക്കയമേ അശാന്തി ഫൈലി ഹുയി ഹെ. ആ പ്രദേശം മുഴുവനും അശാന്തി, സമാധാനമില്ലായ്മ വ്യാപിച്ചിട്ടുണ്ട്. ഇനി ഈ ഹഡ്സൺ സാഹിബ് തന്നെയാണ് ബഹാദൂർ ഷാ ജാഫർക്ക്, ചക്രവർത്തിയായ ബഹാദൂർ ഷാ ജാഫറിന്റെ ദോനോ ബേട്ടോ കാബി, രണ്ട് മക്കളുടെയും ഖൂൻകർ, കൊലപ്പെടുത്തിയിട്ട് ഉൻകെ സിർ, അവരുടെ തല ദില്ലി ദർവാസെ പർ ലഡ്കാ ദിയേ ഥേ, ഡൽഹി കവാടത്തിൽ ലഡ്കാ ദിയേ ഥേ, തൂക്കിയിട്ടിരുന്നു. അതും ഇദ്ദേഹം തന്നെയായിരുന്നു, ഈ ഹഡ്സൺ സാഹിബ്. ऐसा लगता है कि ഇങ്ങനെ തോന്നിപ്പോകുന്നു, ഹഡ്സൻ കോ ഹിന്ദുസ്ഥാനിയോ കോ കാ ഖൂൻ കർണേ മേ, ഹഡ്സനെ ഹിന്ദുസ്ഥാനികളെ, ഭാരതീയരെ കൊല്ലുന്നതിൽ ബഡാ മസ ആത്താ ഹെ, വളരെ സന്തോഷം ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അത് ബോക്സിലുള്ളതാണ്. അത് ആദ്യം സമാചാറിന്റെ മുമ്പ് കൊടുക്കേണ്ടതായിരുന്നു, ഞാൻ മാറിയതാണ്. गालिब ने अपनी डायरी में लोगों की दरियादिली और हमदर्दी का मिसाल पेश किया है. ഗാലിബ് സാഹിബ് തൻ്റെ ഡയറിയിൽ ലോഗോं की ദരിയാദലി, ജനങ്ങളുടെയൊക്കെ കാരുണ്യത്തെക്കുറിച്ചിട്ടും और हमदर्दी का, സഹാനുഭൂതിയെക്കുറിച്ചിട്ടും മിസാൽ പേഷ് കിയാ ഹെ, വളരെയധികം അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഡയറിയിലൂടെ. ऐसे ഉദാഹരൺ പാഠഭാഗ് മേ തലാശേം, ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പാഠഭാഗത്തിൽ നിന്നും അന്വേഷിച്ച് കണ്ടെത്തൂ. എക്സാമ്പിളായിട്ട് അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ബോക്സിൽ, ബാക്കിയുള്ള ആളുകളുടെ അവർ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ആ ബോക്സിൽ എഴുതാൻ. നോക്കൂ, എക്സാമ്പിൾ അവിടെ കൊടുത്തത് ഗാലിബ് ഭൂക്കി മെഹർനീസ കെ ഘർ റോട്ടിയാൻ പോഞ്ചായി. ഗാലിബ് സാഹിബ് എന്താ ചെയ്തത്? വിശന്നിരുന്ന മെഹർനീസയുടെ വീട്ടിലേക്ക് റൊട്ടികൾ എത്തിച്ചു, ഭക്ഷണം എത്തിച്ചു കൊടുത്തു, അല്ലേ, അവരെ സഹായിച്ചു. അതുപോലെ ശിവജി റാം എന്താണ് ചെയ്തത്? ഭവിഷ്യക്കെ പ്രതി ഉമ്മീദ് രഖ്നേക്ക സലാഹ് ദേത്താ ഹെ, ഭാവിയെ കുറിച്ചിട്ട് പ്രതീക്ഷിക്കാൻ ഉപദേശം കൊടുക്കുന്നു. സലാഹ് ദേന എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുക. അപ്പോൾ ശിവജി റാം
ഗാലിബ് സാഹിബിന് പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്, ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഈ അവസ്ഥ മാറും എന്ന്, അല്ലെ? അടുത്തത് ബാലമുകുന്ദ്. പ്രതികൂൽ പരിസ്ഥിതി മേ ബി ഗാലിബ് की ചികിത്സ കാ പ്രബന്ധ കിയ. അപ്പൊ ബാലമുകുന്ദ് ചെയ്തത് എന്താണ്? പ്രതികൂല സാഹചര്യത്തിലാണെങ്കിൽ പോലും ഗാലിബിനെ ചികിത്സ കാ പ്രബന്ധ കിയ, ഗാലിബ് സാഹിബിന്റെ ചികിത്സിക്കാൻ ഏർപ്പാടാക്കി. അദ്ദേഹത്തിന് രോഗം വന്നപ്പോൾ ഇംഗ്ലീഷുകാരിൽ നിന്ന് അവരുടെയൊക്കെ കണ്ണു വെട്ടിച്ച് ഒരു ഹക്കീമിനെ, ഒരു വൈദ്യനെ കൊണ്ടുവന്നല്ലോ. അപ്പൊ അദ്ദേഹം ചെയ്തത് അതാണ്. ഹരിഗോപാൽ തുഫ്ത, അദ്ദേഹം എന്താണ് ഗാലിബ് സാഹിബിന് വേണ്ടി ചെയ്തത്? രുപയ്യെ ഏവം ഗേഹു ഭിജ്വാക്കർ, കാശും അതുപോലെ തന്നെ ഗോതമ്പും കൊടുത്തയച്ച് ഗാലിബ് കി മദത് കി, ഗാലിബ് സാഹിബിനെ സഹായിച്ചു. അടുത്തായിട്ട് നമുക്ക് ഒരു ഗ്രാമറാണ് പഠിക്കാനുള്ളത്. സംബന്ധ പഹചാനയും, പരസ്പര ബന്ധം മനസ്സിലാക്കാൻ. പേജ് നമ്പർ 34 നോക്കൂ. മേരാ പഡോസി ഹീരാ സിംഗ് ഏക് നൗജവാൻ ഹെ. എൻ്റെ അയൽക്കാരനായ ഹീരാ സിംഗ് ഏക് നൗജവാൻ ഹെ, ഒരു ചെറുപ്പക്കാരനാണ്. വഹ് മുझे ഹിമ്മത്ത് ബന്ധാതാ ഹെ, അദ്ദേഹം എനിക്ക് ധൈര്യം നൽകാറുണ്ട്. അപ്പൊ അവിടെ ഹീരാ സിംഗ് എന്നും വഹ് എന്നും പദത്തിന് അടിവര ഇട്ടിട്ടുണ്ട്, അല്ലെ? രേഖാങ്കിത് ശബ്ദോ പർ ധ്യാൻ ദേ, അടിവരയിട്ട വാക്കുകളിൽ ഒന്ന് ശ്രദ്ധിക്കൂ. ഇൻകെ ബീച്ച് കാ സംബന്ധ പഹചാനെ, ഇവരുടെ ഇടയിലുള്ള ബന്ധം മനസ്സിലാക്കൂ. നോക്കൂ. മേരാ പഡോസി ഹീരാ സിംഗ് ഏക് നൗജവാൻ ഹെ, എൻ്റെ അയൽക്കാരനായ ഹീരാ സിംഗ് ഒരു ചെറുപ്പക്കാരനാണ്. വഹ് മുझे ഹിമ്മത്ത് ബന്ധാതാ ഹെ, വഹ് അദ്ദേഹം എനിക്ക് ധൈര്യം നൽകാറുണ്ട്. അപ്പൊ ഈ രണ്ട് വാക്യത്തിലും ഹീരാ സിംഗിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? രണ്ടാമത്തെ സെന്റൻസിൽ ഹീരാ സിംഗിന് പകരം വഹ് എന്ന സർവനാമമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ ഹീരാ സിംഗ് എന്ന നാമത്തിന് പകരം, സംജ്ഞയ്ക്ക് പകരം വഹ് എന്ന സർവനാമമാണ് രണ്ടാമത്തെ സെന്റൻസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അറിയാലോ, സർവനാമം എന്ന് പറഞ്ഞാൽ നാമത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പദത്തിനെയാണ് സർവനാമം എന്ന് പറയുന്നത്. ഇപ്പോൾ ഹീരാ സിംഗ് എന്ന നാമത്തിന് പകരമായി, സംജ്ഞയ്ക്ക് പകരമായിട്ട് വഹ് എന്ന സർവനാമമാണ് ഇവിടെ ഉപയോഗിച്ചത്. കാരണം ഒന്നാമത്തെ വരിയിൽ പറഞ്ഞു ഹീരാ സിംഗ് എൻ്റെ അയൽക്കാരനായ ഹീരാ സിംഗ് ഒരു നൗജവാനാണ്. അപ്പൊ വീണ്ടും അദ്ദേഹത്തെ കുറിച്ച് തന്നെ പറയാണ്. വോ മുझे ഹിമ്മത്ത് ബന്ധാതാ ഹെ, അദ്ദേഹം എനിക്ക് ധൈര്യം നൽകാറുണ്ട്. അപ്പൊ വീണ്ടും ഹീരാ സിംഗിനെ പേര് ഉപയോഗിക്കാതിരിക്കാൻ വഹ് എന്ന സർവനാമം അവിടെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ് പേജ് നോക്കൂ. താളിക കെ വാക്യോं का വിശ്ലേഷൺ കരേ. ബോക്സിലുള്ള വാക്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്യാനാണ്. വാക്യോं में प्रयुक्त സർവനാമോं को पहचाने, ഈ വാക്യങ്ങളിൽ വന്നിട്ടുള്ള സർവനാമങ്ങളെ മനസ്സിലാക്കൂ. इन सर्वनामों से संबंधित संज्ञाओं को पाठ भाग से चुन ले, तालिका की पूर्ति करें. അങ്ങനെ ഈ സർവനാമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നാമങ്ങൾ പാഠഭാഗത്ത് നിന്ന് തിരഞ്ഞെടുക്കാനും താളികാക്കി പൂർത്തീകരെ, ഈ ബോക്സ് ഫില്ല് ചെയ്യാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി താഴെയുള്ള ബോക്സ് ഒന്ന് ശ്രദ്ധിക്കൂ. വാക്യ എന്ന കോളത്തിൽ എഴുതിയത് ഉനോനെ ഗരീബോ കെ ഘർ ബി ജലാ ദിയെ, അവര് പാവങ്ങളുടെ വീടും കത്തിച്ചു. ആരായിരിക്കും അത്? വെള്ളക്കാര്, അല്ലെ? ഇംഗ്ലീഷുകാര് പാവങ്ങളുടെ വീടും കത്തിച്ചു. അപ്നി അപ്നി ജാൻ ബജാക്കർ വേ ഭാഗ് നിക്കലെ, അവരവരുടെ ജീവൻ രക്ഷപ്പെടുത്തി അവർ ഓടി രക്ഷപ്പെട്ടു, അവരവരുടെ ജീവനും കൊണ്ട് ഓടി എന്ന ഈ രണ്ട് വാക്യാണ് എഴുതിയിട്ടുള്ളത്. അതിൽ നിന്നും നമുക്ക് സർവനാമവും സംജ്ഞയും വേർതിരിച്ചെടുക്കണം. അപ്പോൾ ഈ വാക്യത്തിൽ വന്നിട്ടുള്ള സർവനാമങ്ങൾ ഏതൊക്കെയാണ്? ഉനോനെ, അതുപോലെ തന്നെ വേ എന്ന്, അല്ലെ? ഉനോനെ ഗരീബോ കെ ഘർ ബി ജലാ ദിയെ, അവര്, ഉനോനെ എന്ന് പറയുന്നത് ഇവിടെ ഇംഗ്ലീഷുകാര്. അപ്നി അപ്നി ജാൻ ബച്ചാക്കർ വേ ഭാഗ്നെ കെ ലിയെ, അവനവന്റെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ട് അവരോടി രക്ഷപ്പെട്ടു. ആ അവരെന്ന് പറയുന്നത് ആരാണ്? വേ, അവര് ഡൽഹി വാസികൾ. ഏത് നാമങ്ങൾക്ക് പകരമാണ്
ഈ സർവനാമങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്? ഉനോനെ ഗരീബോം കെ ഘർ ഭി ജലാ ദിയെ അല്ലെ. ഇപ്പൊ ഉനോനെ അത് ഏതിൽ നിന്ന് വന്നതാണ്? അതിന്റെ സർവനാമവും പ്രത്യയം എന്ന് പറയൂ. വേ പ്ലസ് നേ അല്ലെ. വേ എന്നുള്ളതിനോടുകൂടി, വേ എന്ന സർവനാമത്തോടു കൂടി നേ പ്രത്യയം ചേർന്നപ്പോഴാണ് ഉനോനെ എന്നായത്. അപ്പോ ഇവിടെയുള്ള വേ ഏത് നാമത്തിന് പകരമാണ് ഉപയോഗിച്ചിട്ടുള്ളത്? വേ എന്ന സർവനാമം അംഗ്രേസോ കേലിയെ അല്ലെ, ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ആൻസർ നോക്കൂ, ഇതുപോലെയാണ് ആ ബോക്സ് എഴുതേണ്ടത്. ഇനി നമുക്ക് വിക്ടേഴ്സിൽ വന്നിട്ടുള്ള ഒരു പിരമിഡ് തയ്യാറാക്കാം. പിരമിഡ് എന്ന് പറഞ്ഞാൽ വാക്യത്തിന്റെ ആശയം ഒന്നും കൂടി വിപുലമായി എഴുതുക. ഇവിടെ നോക്കൂ, ഹഡ്സനെ ചിരാഗലിക്കോ മാര. ഹഡ്സൺ ചിരാഗലിയെ കൊന്നു. ഹഡ്സനെ അഭാഗ്യ ചിരാഗലിക്കോ മാര. ഹഡ്സൺ നിർഭാഗ്യവാനായിട്ടുള്ള ചിരാഗലിയെ കൊന്നു. ഇതിൽ നോക്കൂ കുട്ടികളെ, ആദ്യത്തെ വാചകത്തിൽ നിന്നും രണ്ടാമത്തെ വാചകത്തിലേക്ക് എത്തിയപ്പോൾ ഒരു വാക്ക് കൂടി, അങ്ങനെ ഒന്നും കൂടി ഒരാശയം വലുതായി. ഇനി അടുത്തത് മൂന്നാമത്തെ വാചകം ചേർക്കുമ്പോൾ അതില് ദില്ലി കെ ഹാക്കിം എന്നും തൽവാർ സേ എന്നും രണ്ട് പദങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഉചിതമായിട്ടുള്ള സ്ഥാനത്ത് അത് ചേർത്ത് ആശയം വിപുലപ്പെടുത്തി എഴുതുന്നതാണ് പിരമിഡ്. നോക്കൂ എങ്ങനെയാണ് എഴുതിയതെന്ന്. ഹഡ്സനെ ചിരാഗലിക്കോ മാര. ഹഡ്സൺ ചിരാഗലിയെ കൊന്നു. ഹഡ്സനെ അഭാഗ്യ ചിരാഗലിക്കോ മാര. ഹഡ്സൺ നിർഭാഗ്യവാനായിട്ടുള്ള ചിരാഗലിയെ കൊന്നു. ദില്ലി കെ ഹാക്കിം ഹഡ്സനെ അവിടെ ചേർത്തു. ഹഡ്സൺ സാഹിബിനെ ഒന്നുകൂടി വിശേഷിപ്പിച്ചു. ഡൽഹിയിലെ ഓഫീസറായ ഹഡ്സൺ സാഹിബ് അഭാഗ്യ ചിരാഗലിക്കോ മാര. നിർഭാഗ്യവാനായിട്ടുള്ള ചിരാഗലിയെ കൊന്നു. അടുത്തത് നോക്കൂ, ദില്ലി കെ ഹാക്കിം ഹഡ്സനെ അഭാഗ്യ ചിരാഗലിക്കോ തൽവാർ സേ മാര. എന്തുകൊണ്ടാണ് കൊന്നത്? തൽവാർ സേ, വാളുകൊണ്ട് കൊന്നു. ഡൽഹിയിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹഡ്സൺ സാഹിബ് നിർഭാഗ്യവാനായ ചിരാഗലിയെ വാളുകൊണ്ട് കൊന്നു. ഒരു ചെറിയ വാക്യത്തിൽ നിന്നും അർത്ഥവത്തായ ചെറിയ വാക്കുകൾ ചേർത്ത് ആശയം വിപുലപ്പെടുത്തി എഴുതുന്നതാണ് പിരമിഡ്. എന്തായാലും മനസ്സിലാക്കിയല്ലോ അത്. ഇനി അടുത്ത് ക്വസ്റ്റ്യൻ വിക്ടേഴ്സിൽ വന്നിട്ടുള്ളതാണത്. സഹി പ്രസ്താവ ചുൻകർ ലിഖിയെ. ഈ തന്നിട്ടുള്ള പാഠത്തിൽ നിന്നും ശരിയായ പ്രസ്താവന തെരഞ്ഞെടുത്ത് എഴുതാൻ. ഇതിൽ ശരിയായതും തെറ്റായതുകൊണ്ട് ഇതിൽ ഏതാണോ ശരിയായത് അതിന് നേരെ ടിക്ക് ഇടുക, അല്ലാത്തതിന് റോങ് ഇടുക. ഗൗരവ് കെ ഡർ സേ ദില്ലി വാലെ ഭാഗ്നെ ലഗെ. വെള്ളക്കാരുടെ ഭയന്ന് ഡൽഹി വാസികൾ ഓടാൻ തുടങ്ങി. ശരിയല്ലേ അത്? ശരിയാണ്. അംഗ്രേസോനെ ഗാലിബ് ഓർ പഡോസിയോ കോ ഗിരഫ്താർ കർ ദിയ. ഇംഗ്ലീഷുകാർ ഗാലിബിനെയും അയൽക്കാരെയും ഗിരഫ്താർ കർ ലിയ, അറസ്റ്റ് ചെയ്തു. ശരിയാണ്. കേണൽ ബ്രൗണിനെ സബ്കോ കവി സമജ്കർ ഫാസി ദേദി. കേണൽ ബ്രൗൺ എല്ലാവരും കവിയാണെന്ന് മനസ്സിലാക്കി അവരെല്ലാം തൂക്കിലേറ്റി. ഫാസി ദേദി. കേണൽ ബ്രൗൺ അങ്ങനെ ചെയ്തോ? ഇല്ല, എല്ലാവരെയും വിടുകയാണ് ചെയ്തത്. അപ്പോൾ അത് തെറ്റാണ് ആ വാചകം. ഹവാലാത്ത് और कैदखानों में लोगों को ठूस ठूस कर भर दिया गया. തടവറകളിലും ജയിലറകളിലെല്ലാം ജനങ്ങളെ തിക്കി നിറച്ചു. ശരിയാണ്, അന്ന് സംഭവിച്ചത് അത് തന്നെയാണ്. ദില്ലി മേ ലാഖോ ലോഗ് മാർ ഡാലേ ഗേ. ഡൽഹിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ മാർ ഡാലേ ഗേ, കൊല്ലപ്പെട്ടു. അതും ശരിയാണ്. ബന്ദിയോं को बाद में फांसी नहीं दी गई. ബന്ദികളെ ശേഷം ഫാസി നെഹി ദീ ഗയി, തൂക്കിലേറ്റിയില്ല. തെറ്റാണത്. എല്ലാവരെയും തൂക്കിലേറ്റിയാണ് അന്ന് ചെയ്തത്. ഹവാലാത്ത് ഓർ കേദ്ഖാനെ മേം സാസ് ലേനെ മേ കോയി ദിക്കത്ത് നെഹി ഥി. തടവറകളിലും ജയിലറകളിലും സാസ് ലേനെ മേ, ശ്വാസം എടുക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അതും തെറ്റായിരുന്നു. തെറ്റായ പ്രസ്താവനയാണ്. കാരണം
അവിടെയെല്ലാം ശ്വാസം എടുക്കാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത്രമാത്രം ആളുകളെ തിക്കി നിറച്ചിരുന്നു ആ ജയിലറകളിലെല്ലാം. പിക്ചേഴ്സിൽ വന്നിട്ടുള്ള മറ്റൊരു ആക്ടിവിറ്റി ശ്രദ്ധിക്കുക. സഹി മിലാൻ കീജിയെ, ശരിയായത് യോജിപ്പിക്കുക. ഒരേ അർത്ഥം വരുന്ന പദങ്ങളാണ് ബി കോളത്തിലുള്ളതും. അപ്പോൾ അത് നോക്കി എ കോളവും ബി കോളവും യോജിപ്പിച്ചെഴുതുക. ഭഗ്ദഡ്, ഭഗ്ദഡ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിനാണ്. അപ്പോൾ അതിന് മറ്റൊരു വന്ന പദം ഏക് സാത്ത് ഇധർ ഉധർ ഭാഗന, ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുക. ഘുസ്ന, ഘുസ്ന എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക, അതിനാണ് പ്രവേശ് കർണ. രാസ്ത, രാസ്ത എന്ന് പറഞ്ഞാൽ വഴി, മാർഗം. ദിക്കത്ത്, ദിക്കത്ത് എന്നുള്ളതിന് കഠിനായി, പ്രയാസം, ബുദ്ധിമുട്ട്. ആഹിസ്ത, ആഹിസ്ത, പതുക്കെ പതുക്കെ, ധീരെ ധീരെ. ആഖിർക്കാർ, ആഖിർക്കാർ എന്ന് പറഞ്ഞാൽ അവസാനം, അതിന് വന്നത് അന്ത്മേം. ബർദാശ്ത് കർണ, ബർദാശ്ത് കർണ എന്ന് പറഞ്ഞാൽ സഹിക്കുക, സഹന, സഹിക്കുക. പരേഷാൻ, വ്യാകുലമാവുക, വ്യാകുൽ. അതുപോലെ ബദ്ബൂദാർ, ദുർഗന്ധയുക്ത്. അടുത്ത് വക്ത്, സമയം. ഇതോടുകൂടി ജിസ് ഗലി മേ രഹതാ ഹൂ എന്ന ഈ പാഠത്തിലെ എല്ലാ ആക്ടിവിറ്റീസും അവസാനിക്കുകയാണ്. പിക്ചേഴ്സിൽ വന്നതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുട്ടികളും ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി ആൻസറെല്ലാം നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ധന്യവാദം.